ഇതിനകത്ത് അങ്ങനെ മറുപടി പറയാനൊന്നും ഇല്ല ആദിത്യൻ. കാരണം ഈ ഇതിൻ്റെ അകത്ത് മുഖ്യമന്ത്രി എന്തുകൊണ്ട് പിന്നെ മകൾ നിരപരാധിയാണെന്ന് പറയുന്നില്ല എന്നുള്ളതാണല്ലോ, ആ ഒരു ചോദ്യമാണല്ലോ ഇവിടെ മുഴങ്ങി നിൽക്കുന്നത്. എന്തിനാണ് മുഖ്യമന്ത്രി അങ്ങനെ പറയുന്നതെന്നേ? ഇതിന്റെ അകത്ത് തെറ്റെന്തെങ്കിലും ചെയ്തിട്ടുള്ളതല്ലോ. ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് തന്നെയാണ് അവർ തമ്മിലുള്ളത്. അതിന്റെ അകത്ത് എന്തെങ്കിലും അവ്യക്തത ഇല്ല. അത് നിയമാനുസൃതം വാങ്ങിയ പണമാണ്, ബാങ്ക് ട്രാൻസ്ഫർ ആണ്. അതിന് GST അടച്ചിട്ടുണ്ട്, IGST അടച്ചിട്ടുണ്ട്, ഇതെല്ലാം ഉള്ളതാണ്. ആ പണം പിന്നെ ഈ പറയുന്ന ഒരു ഒറ്റ കാര്യം, അതും സജീവൻ പറഞ്ഞതാണല്ലോ, 2/72 കാര്യം. അവിടെ ഒരു പ്രശ്നമുള്ളത് 36 മാസം 5 ലക്ഷം രൂപ വീതം. അങ്ങനെ കൂട്ടിയാൽ 2/72 അല്ല വരേണ്ടത്, 2/88 ആണ്. ആ ഒരു തെറ്റ് SFIക്ക് എങ്ങനെ പറ്റിയെന്നുള്ളത് പിന്നീട് പരിശോധിക്കാം. എന്നാലും ഒരു മാസം 5 ലക്ഷം രൂപ വെച്ചാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ 36 മാസത്തെ കോൺട്രാക്ട് ആണല്ലോ, 3 മാസം ഓരോ വർഷം പുതുക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ ആകുമ്പോൾ 36 × 5 എത്രയാണ്? 288 വരണ്ടേ? അത് വരുന്നില്ലല്ലോ. 272 വന്നിട്ടുള്ളൂ രണ്ടാമത്തെ കണക്കിൽ SFIയുടെ. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയുക, രേഖാപരമായിട്ടുള്ള തെറ്റുകളാണോ, അതെന്തെങ്കിലും ബോധപൂർവമായിട്ടുള്ള അബറേഷൻസ് ആണോ, അതൊക്കെ പരിശോധിക്കപ്പെടുമല്ലോ ഇനി. അത് കോടതിയിൽ വരട്ടെ, കോടതിയിൽ തന്നെയാണ് ഇതൊക്കെ തെളിയേണ്ടത്. പിന്നെ ശ്രീ മഞ്ജുളാകൻ ജയൻ ഒടുവിൽ പറഞ്ഞൊരു കാര്യം, ഇതിൻ്റെ അകത്ത് കോൺഗ്രസുകാരുടെ മക്കളാരും പെട്ടിട്ടില്ലല്ലോ. പിണറായി വിജയന്റെ മകൾ പെട്ടല്ലോ. കോൺഗ്രസുകാരുടെ മക്കൾ പെട്ടതല്ല, കോൺഗ്രസ് നേതാക്കൾ നേരിട്ട് വാങ്ങിച്ചു, ലീഗിന്റെ നേതാക്കൾ നേരിട്ട് വാങ്ങിച്ചു, മാധ്യമ സ്ഥാപന ഉടമകൾ നേരിട്ട് വാങ്ങിച്ചു, ദേവാലയത്തിന്റെ ആൾക്കാർ നേരിട്ട് വാങ്ങിച്ചു എന്ന് തന്നെയാണ് 71 പേജുള്ള സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോ ഇത് പിണറായി വിജയന്റെ മകളെ വാങ്ങിച്ചുള്ളൂ. മറ്റേത് KKയും RCയും OCയും IKയും ഒക്കെയാണ്. അതൊക്കെ നേരിട്ട് വാങ്ങിച്ചാണ്. ആ പൈസയൊക്കെ എവിടെ പോയി? അതിന്റെയൊക്കെ കണക്ക് കൊടുക്കണ്ടേ ഇനി? ഇതിലാണല്ലോ, ആ കണക്കിലേക്കാണല്ലോ ഇനി വരുന്നത് കേരളം. ഇത് ഇവിടെ കൊണ്ട് നിൽക്കില്ല എന്ന് ആദ്യമേ പറഞ്ഞല്ലോ. അത് CBI വരെ പോകും, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയും പോകും.